ഉണ്ണികൃഷ്ണൻ ചെയ്ത പടങ്ങളിലെ ഏറ്റവും വലിയ പടമാണ്, ഏറ്റവും നല്ല പടവുമാണ്. ഞാൻ Oh, അവസാനം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്ത് അത് പറയുകയും ചെയ്തു. oh, lovely. ഉഗ്രം പടമാണ്. പിന്നെ ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഇതിലെ സീൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കേരളത്തിലെ 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്ന പല സംഭവങ്ങളുണ്ടല്ലോ, സ്ട്രൈറ്റ് ഫോർവേഡാണ് സിനിമ. അല്ലാതെ ഏച്ച് കെട്ടിയതോ കള്ളത്തരങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം ഇത് കള്ളത്തരമല്ല, അയ്യോ ഇത് നടന്ന സംഭവമാണല്ലോ എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. സത്യസന്ധമായ രീതിയിലാണ് പോകുന്നത്. കാരണം പേരുകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് വേറെയും സന്തോഷമുള്ളത് ബാലേന്ദ്രൻ ഉഗ്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒന്ന് ബിക്കോസ് പുള്ളി സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ പുള്ളിയുടെ സ്റ്റൈലല്ലേ ചെയ്തത്. ഇത് ഡയറക്ടർ വിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ രീതിയിൽ അല്ല, പുള്ളി പറഞ്ഞു ഇതിന് എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഞാനും മെയിനായിട്ട് മെയിനാണ് മണിയമ്പിള്ളയിലൂടെ എനിക്ക് ബ്രേക്ക് തന്നത്. അദ്ദേഹമായിട്ട് കുറേ പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ചിരിയോ ചിരിയൊക്കെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരാളായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ തമ്മിലൊരു കെമിസ്ട്രിയും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇപ്പം നിവിൻ്റെ ക്യാരക്ടർ മറ്റ് പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ മെച്ചുവേർഡ് ക്യാരക്ടറാണ്. അങ്ങനെ പെർഫോമൻസ് വേണ്ട കഥാപാത്രമാണ്. അല്ലാതെ ഇളകി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത് അങ്ങനെ. പക്ഷെ അത് വളരെ നന്നായിട്ട് ചെയ്യുന്നത് ഞാൻ ഷൂട്ടിംഗ് സമയത്തേ പറഞ്ഞു. ഡയലോഗ് റെൻഡറിങ് ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും എല്ലാം. നിങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്ന ഫ്ലെക്സൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ സർവ്വമായിൽ കണ്ട ആളല്ല, ആ മുഖമല്ല. ഇത് വേറെ ഡിഫറെൻറ്റ് പെർഫോമൻസ്. ഇത് വലിയ ആക്ടർ എന്നുള്ള രീതിയിലൊരു മൈൽ സ്റ്റോൺ ആണ്. മൈലേജ് എന്ന് പറയും. Yay. നന്നായിട്ട് വരും.